നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹരിനാമ കീർത്തനത്തിലെ 54-ാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ നോക്കുന്നത്. 53-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് മനുഷ്യന്റെ പുറകെ മരണം വാപിളർന്ന് ഒരു തവളയുടെ പുറകെ സർപ്പം കണക്കെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം നിരർത്ഥകമാണ് ജീവിതം എന്നുള്ളതാണ്. മൃത്യു ഒരു ഗുഹയുടെ വലിപ്പത്തിൽ വായും പൊളിച്ച് വിഴുങ്ങുന്നതിന് പിന്നാലെ നടക്കുന്നു. അയ്യോ കഷ്ടം എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ മലബാന്ധമായ ശരീരത്തെ ആത്മസാക്ഷാത്കാരത്തിന്റെ ഉപായമായി കണ്ടുകൊണ്ട് ആ കർമ്മത്തിലേക്ക് ചിത്തത്തെ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അത് തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇവിടെ 54-ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ആചാര്യൻ. അവിദ്യാജന്യമായ കാമത്തിന്റെ ഫലമായി കർമ്മം രൂപം കൊള്ളുന്നതോടെയാണ് മനുഷ്യ ജന്മം ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ കർമ്മമെല്ലാം തന്നെ ദോഷമയമാണ് എന്നാണ്. ഇങ്ങനെയുള്ള കർമ്മത്തിൽ നിന്ന് വിമുക്തി നേടുന്നതാണ് മോക്ഷം എന്ന്. ഈ പാപകർമ്മങ്ങളിൽ നിന്നെല്ലാം വിമുക്തി നേടുന്ന ചിത്തത്തിന്റെ മനസ്സിന്റെ അവസ്ഥയാണ് മോക്ഷം എന്നാണ് പറയുക. അതുകൊണ്ട് ഈ ദോഷമയമായ പാപമയമായ നമ്മെ ആസക്തിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് ചിത്തത്തെ ആ ചിന്തയിൽ നിന്ന് മോചിപ്പിക്കുക. അങ്ങനെ എവിടെയെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അകപ്പെട്ടു പോയിട്ടുള്ള തെറ്റുകളെല്ലാം പുറത്ത് സന്തോഷിക്കണം എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ചെയ്യുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഇവിടെ മന്നിങ്കൽ വന്നു പിറന്ന അന്നു മുതൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തന്നെ ചെയ്തു പോരുന്ന തെറ്റുകൾ പൊറുക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 54-ാമത്തെ ശ്ലോകം നോക്കാം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിനിമേലിലത്തുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിനി മേലിലതുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ എന്നാണ് പറയുന്നത്. ഭഗവാങ്കൽ സന്തോഷമുണ്ടാക്കുന്നതിനായിട്ട് വേണം എൻ്റെ കർമ്മങ്ങളെല്ലാം നടക്കാൻ എന്നുള്ളതാണ്. അതായത് മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുന എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനായി വന്നു പിറന്ന അന്നു മുതൽ വീണ്ടും വീണ്ടും, പുന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, എന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം. പിന്നെയോ എന്തിനി മേലിൽ ഇതുമെല്ലാം, അതുപോലെ ഇനി മേലിൽ എന്തെല്ലാം ചെയ്യാനിടവരുമോ അതും എല്ലാം എന്താവണം? നിനക്ക് ഹൃദി, അല്ലയോ ഭഗവാനെ, അങ്ങേക്കുള്ളിൽ സന്തോഷമായി വരിക, സന്തോഷത്തെ ജനിപ്പിക്കാൻ ഇടവരണേ നാരായണായ നമ എന്നാണ്. ഭഗവാന്റെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കാൻ ഇടവരുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങളാകണം എൻ്റെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകുന്ന കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം എങ്ങനെയുള്ളതായിരിക്കണം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ്. അത് സത്കർമ്മങ്ങളായിരിക്കണം എന്നാണ്. സത്കർമ്മം എന്ന് പറഞ്ഞാൽ കരചരണങ്ങൾ കൊണ്ട് മാത്രം പോരാ, ഉള്ളിൽ ഉള്ള നമ്മുടെ അന്ധക്കരണ വിശുദ്ധിയും അതിന് സമാനമായി നിലനിൽക്കണം എന്നാണ്. അതായത് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു പിറന്ന അന്നു മുതൽ വീണ്ടും വീണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം, അതുപോലെ ഇനി മേലിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരുമോ അതും എല്ലാം, അല്ലയോ ഭഗവാൻ, അങ്ങേക്ക് ഉള്ളിൽ സന്തോഷത്തെ ജനിപ്പിക്കാൻ ഇടവരണമേ എന്നാണ്. ഭഗവാന്റെ ഉള്ളിൽ സന്തോഷം ജനിക്കുന്ന കർമ്മങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. എത്ര മനോഹരമായ ഭാവനയാണ് മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇവിടെ ആചാര്യൻ എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഏതു കാലത്തും അതിന് പ്രാധാന്യമോ ചോർന്നു പോകുന്നില്ല എന്നുള്ളതാണ്
ഇത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യന്റെ പ്രവൃത്തികളെക്കാൾ കൂടുതൽ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന മനുഷ്യന്റെ ചിന്തകളെ നന്മയിലേക്ക് നയിക്കുന്ന ഔഷധമാണ് എന്നാണ് പറയുക. നമ്മുടെ ചിന്തകളാണ് പ്രവർത്തനമായി പുറത്തേക്ക് രൂപപ്പെടുന്നത്. നമ്മൾ അറിയാതെ എത്രയോ കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്ത ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്, നമ്മുടെ ചിത്തം ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ചിത്തം ശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന കർമ്മങ്ങളാണ് ഭഗവാന്റെ ഉള്ളിൽ എന്താവുന്നത്, ഭഗവാന് സന്തോഷമുണ്ടാക്കുന്ന കർമ്മങ്ങളായി പുറത്തേക്ക് വരിക എന്നാണ് പറയുന്നത്. ഇവിടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ പ്രസാദിക്കുക എന്നാണ് പറയുന്നത്. ആത്മരൂപേണ വർത്തിക്കുന്ന ഭഗവാന്റെ പ്രസാദം നേടുകയാണ് എല്ലാ കർമ്മത്തിൻ്റെയും മുഖ്യ പ്രയോജനം. തൻ്റെ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടി ആയിപ്പോകരുത് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ. തൻ്റെ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് അന്യരുടെ അഹിതത്തിന് പാത്രമാവുകയും അന്യരുടെ അഹിതത്തിന് പാത്രീഭൂതമാകുന്ന കർമ്മങ്ങൾ നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങൾ കൂട്ടുകയും ചെയ്യും. ആ മനസ്സിലെ സംഘർഷങ്ങൾ കൂടുന്നതോടുകൂടി നമ്മൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന ദുഃഖത്തിന് അടിമയായി തീരും എന്നാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഭഗവാന്റെ പ്രസാദം നേടുന്ന രീതിയിലുള്ള കർമ്മം അനുഷ്ഠിക്കുക. അപ്പോൾ കർമ്മത്തിന് ആത്മപ്രസാദം, ഭൗതികം എന്ന രണ്ട് ഫലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഭൗതിക ഫലമേതും നശ്വരവും അന്തിമഘട്ടത്തിൽ ദുഃഖപ്രദവുമാണ്. ഭൗതികമായി നമ്മൾ കാണിച്ചു കൂട്ടുന്ന എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും നശ്വരമാണ്, വളരെ വേഗത്തിൽ നശിക്കുന്നതും. രണ്ടാമത്തെ അതിൻ്റെ അന്തിമഘട്ടത്തിൽ നമ്മെ ദുഃഖിപ്പിക്കുന്നതുമാണ്. നമ്മെ ദുഃഖിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും അത് ദുഃഖത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരാൾ ചെയ്യുന്ന അഹിതമായ കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ആ കുടുംബാന്തരീക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ആ ആൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക, ആ ആൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ ദുഃഖത്തിൻ്റെ, ആ ദുരിതത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാണ് മനുഷ്യനോട് ഈ കർമ്മകാണ്ഡത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആധ്യാത്മിക ശാസ്ത്രം എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നൈമിഷികമായ ആനന്ദത്തിന് വേണ്ടി, ആത്മലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം അത് അപരന്റെ ജീവിതത്തെ, അപരന്റെ ഹിതത്തെ, അപരന്റെ സമാധാനത്തെ, അപരന്റെ ശാന്തിയെ ഒക്കെ തന്നെ കെടുത്തിക്കളയുന്നതാണെങ്കിൽ അത്തരം കർമ്മങ്ങൾ ഭഗവാന്റെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുന്നതാവുകയില്ല. മറിച്ച് അത് ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിലും ആ ചെയ്യുന്ന വ്യക്തിയുടെ സമീപത്തിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലും ആ കാലുഷ്യത്തിൻ്റെ കനല് കോരിയിട്ട് പുകച്ചുരുളുകൾ എന്നും ഉണ്ടാവുകയും ആ അന്തരീക്ഷം അസ്വസ്ഥമാവുകയും ചെയ്യും എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ഉള്ളിൽ സന്തോഷമുണ്ടാക്കുന്ന കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യുക. ഭഗവാന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ സന്തോഷമാണ് എങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ സന്തോഷത്തെ പ്രതി നമ്മുടെ കർമ്മം ശുദ്ധീകരിക്കുക എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർമ്മഗതി മുന്നോട്ടു നീങ്ങുന്തോറും ആത്മപ്രസാദരൂപമായ ഫലം വർദ്ധിച്ചു വരുന്നു എങ്കിൽ ആ കർമ്മം ജീവിതത്തെ തന്നെ ധന്യമാക്കുമെന്നാണ്. അതേസമയം അത് ആത്മപ്രസാദത്തിന് പകരം ആത്മദുഃഖത്തിന് ഹേതുവാണെങ്കിൽ അതിലൂടെ ജീവിതം തന്നെ നാശോന്മുഖമായി തീരും എന്നാണ്. കർത്തൃത്വബോധം കുറച്ച് ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം കൊണ്ടേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നാണ്. ചെയ്യുന്ന ഏതൊരു കർമ്മവും ഈശ്വരാഭിമുഖമായി ചെയ്യുക എന്നാണ്. കർമ്മം ഏതും ദോഷയുക്തമാണ് എന്നാണ്. എന്നാൽ ഈശ്വരാർപ്പണ ബുദ്ധി നിലനിർത്തിയാൽ കർമ്മദോഷമകന്ന് ആത്മപ്രസാദം നേടാൻ സാധിക്കും. ഈശ്വരാർപ്പണ ബുദ്ധി തുടർന്ന് നിലനിൽക്കണമെന്നും ആത്മപ്രസാദം വർദ്ധിച്ചു വരണമെന്നുമുള്ള ആഗ്രഹമാണ് ഇവിടെ ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അത പൊമ്പിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ
സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിദോഷണം എന്ന്. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, മനുഷ്യർ ഗുണകർമ്മ വിഭാഗം അനുസരിച്ച് ചെയ്യുന്ന ഏതു കർമ്മവും പൂർണ്ണമായും ഫലവത്താകുന്നത് അവയിലൂടെ ഭഗവത് പ്രസാദം നേടുമ്പോൾ മാത്രമാണ്. ആത്മപ്രസാദ ഹേതുവായ കർമ്മം തന്നെയാണ് ധർമ്മം എന്നാണ്, മറ്റുള്ളതെല്ലാം അധർമ്മമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ കർമ്മം നിമിത്തം ഒരണുവിന് പോലും സങ്കടം അല്ലെങ്കിൽ അഹിതം ഉണ്ടാവരുത് എന്നാണ് ധർമ്മനീതി പറയുന്നത്. അതാണ് മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിനിമേലിലത്തുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ എന്നാണ്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ശരീരബോധത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചറിവിൻ്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയം മുതലെങ്കിലും നമ്മുടെ കർമ്മം ഒരിക്കലും നമ്മുടെ സുഖത്തിന്, ആത്മസുഖത്തിന് മാത്രമായി തീരാതെ ഭഗവാന്റെ സുഖത്തിന് വേണ്ടിയാണ്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്നുള്ള ബുദ്ധിയോടുകൂടി, എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് ലോകഹിതാനുസാരിയായി തീരും. അതിലൂടെ നമ്മുടെ സമൂഹം, നമ്മളുമായി ചേർന്നിരിക്കുന്ന ജനത മുഴുവൻ സന്തോഷിക്കും എന്നാണ്. അങ്ങനെ സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ജീവന്റെ ലക്ഷ്യമായിട്ട് ഇവിടെ കാണുന്നത്. അതാണ് ഈ മന്നിങ്കൽ പിറന്നു മുതൽ ഇനി ഇതുവരെ ഞാൻ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കർമ്മങ്ങളും ഭഗവാനെ അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാകണമേ. അങ്ങനെ എനിക്ക് കർമ്മം ചെയ്യാനുള്ള മാനസിക പക്വത, മനോബലം എനിക്കുണ്ടാക്കി തരണമേ എന്നാണ് ഇവിടെ ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്.